വീണ്ടും വാർത്തകളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങി PR ഏജൻസികൾ. മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി സാധ്യത തേടി സർവേകൾ സജീവമാണ്. കോളേജ് വിദ്യാർത്ഥി എന്ന വ്യാജേനയാണ് വിവരങ്ങൾ തേടുന്നത്. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ, ഹരിപ്പാട്, കായംകുളം, കുട്ടനാട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി സാധ്യതകൾ BLOയോട് ചോദിക്കുന്നതിന്റെ ശബ്ദരേഖ റിപ്പോർട്ടറിന് ലഭിച്ചു. സാർ നമസ്കാരം സാർ, എന്റെ പേര് ഐശ്വര്യ. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. കേരള സർവകലാശാലയിൽ പൊളിറ്റിക്കൽ സയൻസിലെ അവസാന വർഷ വിദ്യാർത്ഥിയാണ് സാർ. ഞാനിപ്പോൾ കേരള സംസ്ഥാന രാഷ്ട്രീയത്തെക്കുറിച്ച് പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ ഭാഗമായി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാനാണ് വിളിച്ചത്. അതിനുവേണ്ടി 1 മിനിറ്റ് മാത്രമേ എടുക്കത്തുള്ളൂ സാർ. സാർ നിങ്ങൾ നിയമസഭാ മണ്ഡലം ഏതാണെന്ന് പറയാമോ സാർ? ഏത് കോളേജാണ് സാർ? ഇങ്ങനെ ഇൻഫർമേഷൻ നമ്മൾ സാറിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല സാർ. പ്രൊജക്ട് ചെങ്ങന്നൂർ, ഹരിപ്പാട്, കായംകുളം, കുട്ടനാട് ഏതെങ്കിലും നിയമസഭാ മണ്ഡലം സാറിന്റെ ആണോ? ചെങ്ങന്നൂർ. സാറിന്റെ നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ പേര് പറയാം. സാറിന് ഇത് അവരുടെ നെയിം അറിയാമെങ്കിൽ അതേന്നും ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാമോ? KP ശ്രീകുമാർ കേട്ടിട്ടുണ്ടോ സാർ നെയിം? KP ശ്രീകുമാറോ? ഇല്ല, അങ്ങനെ കേട്ടിട്ടില്ല. ആളെ കേട്ടിട്ടേ ഇല്ല. എബി കുര്യാക്കോസ് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ സാർ. അബിൻ വർക്കി കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ട്. ഓക്കെ സാർ. മരിയ ഉമ്മൻ കേട്ടിട്ടുണ്ടോ? മറിയമ്മ കേട്ടിട്ടില്ല. അച്ചു ഉമ്മൻ കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ട്. M ശശികുമാർ കേട്ടിട്ടുണ്ടോ സാർ? ഇല്ല. ഓക്കെ സാർ. നിതിൻ ചെറിയാൻ കേട്ടിട്ടുണ്ടോ? ഇല്ല. സജി ചെറിയാൻ കേട്ടിട്ടുണ്ടോ? സാജി ചെറിയാൻ. പിന്നെ. ഓക്കെ സാർ. MT രമേശ് കേട്ടിട്ടുണ്ടോ സാർ? പിന്നെ ഉണ്ട്. ഓക്കെ സാർ. PS ശ്രീധരൻ പിള്ളാരി കേട്ടിട്ടുണ്ടോ? ഞങ്ങളുടെ ഇവിടെ നിന്നിട്ടുള്ള ആളാ, കേട്ടിട്ടുണ്ട്. നാളെ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ട് സാർ. ഏത് പാർട്ടിക്ക് സപ്പോർട്ട് ചെയ്യാന്ന് പറയാമോ സാർ? സാറിന് വിരോധമില്ലെങ്കിൽ കോൺഗ്രസ് ആണോ, CPIM ആണോ, BJP ആണോ? ഞാൻ ഇലക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് കേട്ടോ. ഓക്കെ സാർ. സാർ 2024 തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് വോട്ട് ചെയ്തത് പറയാമോ? ഓർക്കുന്നില്ല സാർ. ലാസ്റ്റ് ചോദ്യം കൂടി സാർ. സാറിന്റെ കമ്മ്യൂണിറ്റി ഏതാന്ന് പറയാമോ? നായർ. താങ്ക് യു സാർ. താങ്കളുടെ വിലപ്പെട്ട സമയം ചെലവഴിച്ചതിന് നന്ദി. ശുഭദിനം. താങ്ക് യു സാർ. ഓക്കെ. ഗോപാൽ ശീലാസനിലുണ്ട് വിവരങ്ങൾ നൽകാൻ. ഗോപാൽ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിലെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ അംഗം മുറുകുകയാണ്. ഇതിപ്പോൾ PR ഏജൻസികൾ ആ കൂട്ടത്തിൽ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ അവരും തുടങ്ങിക്കഴിഞ്ഞു. എങ്ങനെയാണ് ഇതിലിപ്പോൾ ഒരു വ്യാജ കോളായിട്ടാണ് വരുന്നത്? ഒരു വിദ്യാർത്ഥി എന്ന വ്യാജേനയാണ് ഈ വിവരങ്ങൾ തേടുന്നത്. അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ശ്രുതി, ആർക്കും ഒരു സംശയവും തോന്നാത്ത രീതിയിൽ വിദ്യാർത്ഥിയാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു കോള് തന്നെയാണ് ഈ വന്നിരിക്കുന്നത്. ഇത് ചെങ്ങന്നൂരിൽ BLO ആയി വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഈ കോള് വന്നിരിക്കുന്നത്. താൻ തിരുവനന്തപുരം കേരള യൂണിവേഴ്സിറ്റി കാര്യവട്ടം ക്യാമ്പസിലെ 2ാം വർഷ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിയാണെന്നും കേരള രാഷ്ട്രീയത്തെക്കുറിച്ചൊരു പ്രൊജക്ട് ചെയ്യുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ കുട്ടി ഇത്തരത്തിൽ ഇദ്ദേഹത്തെ സമീപിച്ചത്. എന്നിട്ട് ചില കാര്യങ്ങൾ അറിയാനുണ്ട് എന്നും എന്നാൽ ഇതിൽ കൂടുതൽ തന്നെക്കുറിച്ചുള്ള വിവരങ്ങൾ വിശദീകരിക്കാൻ കഴിയില്ല എന്നും അവർ പറയുന്നുണ്ട്. ഹരിപ്പാട്, കായംകുളം, കുട്ടനാട്, ചെങ്ങന്നൂർ ഈ 4 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി സാധ്യതകളാണ് ഈ പെൺകുട്ടി ആദ്യം ഇദ്ദേഹത്തിനോട് വിശദീകരിച്ചത്. PS ശ്രീധരൻപിള്ള, MT രമേശ്, നിലവിലെ MLAയും മന്ത്രിയുമായിട്ടുള്ള സജി ചെറിയാൻ, അബിൻ വർക്കി, അച്ചു ഉമ്മൻ, മറിയ ഉമ്മൻ, KP ശ്രീകുമാർ തുടങ്ങി അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള പല ആളുകളുടെയും സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിലുള്ളവരുടെയും എല്ലാം തന്നെ പേരന്വേഷിക്കുകയും ഇവരെയൊക്കെ പരിചയമുണ്ടോ, ഇവരൊക്കെ എങ്ങനെയാണ് എന്ന തരത്തിലേക്ക് വിവരങ്ങൾ ആരായുകയും ചെയ്യുന്നു. പിന്നീട് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. വരാൻ പോകുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് താല്പര്യമുള്ളത്, ആരെയാണ് പിന്തുണയ്ക്കാൻ പോകുന്നത് എന്ന ചോദ്യമാണ് അടുത്തതായി ചോദിക്കുന്നത്. താൻ ഇലക്ഷനിൽ വർക്ക് ചെയ്യുന്ന ആളായതിനാൽ തന്നെ അത് പറയാൻ കഴിയില്ല എന്ന് അദ്ദേഹം മറുപടി നൽകുന്നുണ്ട്. തുടർന്ന് അടുത്ത ചോദ്യം, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തത്, ഏത് പാർട്ടിക്കാണ്, ഏത് വ്യക്തിക്കാണ് വോട്ട് ചെയ്തത്, ആ വ്യക്തി ജയിച്ചോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു. തുടർന്ന് 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഏത് രാഷ്ട്രീയ കക്ഷിക്കാണ്, ഏത് സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്തത് എന്ന ചോദ്യമാണ് ഈ പെൺകുട്ടി ചോദിക്കുന്നത്. അതിനുശേഷം ഏറ്റവും അവസാനമായി താങ്കളുടെ കമ്മ്യൂണിറ്റി ഏതാണ്, താങ്കളുടെ ജാതി ഏതാണ് എന്ന ചോദ്യം കൂടി ചോദിച്ചുകൊണ്ട് അതിന്റെ മറുപടി കൂടി തേടിയതിനു ശേഷമാണ് ഇവർ ഈ സംഭാഷണം അവസാനിപ്പിക്കുന്നത്. നമ്മൾ കാര്യവട്ടം ക്യാമ്പസിൽ അന്വേഷിച്ചപ്പോൾ അത്തരത്തിലേക്കൊരു വിദ്യാർത്ഥിനിയോ വിദ്യാർത്ഥികളോ ഒരു പ്രോജക്റ്റും പൊളിറ്റിക്കൽ സയൻസ് വിഭാഗത്തിൽ ഇത്തരത്തിൽ ചെയ്യുന്നില്ല എന്നും ഇത്തരത്തിൽ ഫോൺ കോൾ മുഖാന്തരം ഒരാളും സർവേ എടുക്കാൻ പാടില്ല എന്ന നിർദ്ദേശം കൃത്യമായി നൽകിയിട്ടുണ്ട് എന്നതുമാണ് സർവകലാശാല അധികൃതരും വിദ്യാർത്ഥികളും നമുക്ക് നൽകുന്ന വിവരം. ശരി, ഗോപാൽ ശീലാസനിലാണ് വിശദാംശങ്ങൾ നൽകിയത്.